നമുക്ക് മറ്റുള്ളവരെ വളരുവാൻ അനുവദിക്കാം. സ്വന്തം ചിന്തകളുടെ അതിർത്തിക്കുള്ളിൽ മറ്റുള്ളവരുടെ ലോകത്തെ തളച്ചിടുന്നവരാണ് യഥാർത്ഥ ചൂഷകന്മാർ. സ്വന്തം വഴികളും സ്വപ്നങ്ങളും എല്ലാവരുടെയും ജന്മാവകാശമാണ്. ഓരോ കുടുംബത്തിലോ സൗഹൃദ കൂട്ടത്തിലോ ഉള്ളവർക്ക് ഒരേ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒരേ ലക്ഷ്യത്തോടെ വിവിധ ദിശകളിലൂടെ പ്രയത്നം ചെയ്ത് യാത്ര ചെയ്യുന്നവരിൽ പോലും ഉണ്ടാകുന്ന ചില ദുഷ്ട ചിന്തകളുണ്ട്. ഞാൻ മാത്രം മതി, ഞാൻ മാത്രം ജയിച്ചാൽ മതി, എനിക്ക് മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നുള്ളത്. നോക്കണം, ഒരാളുടെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും വിലയിടുവാൻ മറ്റാർക്കാണ് അവകാശമുള്ളത്? അയാളുടെ ദർശനങ്ങളെയോ സ്വപ്നങ്ങളെയോ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ്? പുനർവിചിന്തനങ്ങളും തിരുത്തലുകളും ആവശ്യമെങ്കിൽ അതിന് വഴിയൊരുക്കിയാൽ നന്നായിരുന്നു. അതല്ലേ വേണ്ടത്? എല്ലാ വെട്ടിയൊരുക്കലും വളർച്ചയ്ക്ക് വേണ്ടിയല്ല, ചിലതെങ്കിലും പൂർണ്ണനാശത്തിലേക്ക് നയിക്കുന്നവയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഒരു മതിൽ നിർമ്മിച്ച് അതിനുള്ളിൽ ഇഴഞ്ഞു നടക്കാൻ തക്കവണ്ണം അപരന്റെ ചിറകുകൾ അരിയുന്നവർ അവരുടെ കഴിവും അവകാശവും നിഷേധിക്കുകയാണ്. എന്ത് ലാഭത്തിന്റെ പേരിലാണെങ്കിലും സ്വന്തം ആലോചനകൾ അന്യരുടെ പോക്കറ്റിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ സ്വയം വഞ്ചന. എത്ര തകർന്നവരും തിരിച്ചു വരുന്നത് ചിന്തകൾ തകരാത്തത് കൊണ്ടാണ് എന്നോർക്കാം. ദൈവം തെളിയിക്കുന്ന വഴികളിലൂടെ നടക്കുന്നവർ ആരെയും ഭയപ്പെടേണ്ടതില്ല. സ്വാഭാവികമായ സ്വയം പ്രതിരോധ ശേഷി അവർ കൈവരിക്കുകയും ചെയ്യും. ദൈവം കൊടുത്ത ദർശനം, ദൈവം ഒരു വ്യക്തിയിൽ കൊടുത്തിരിക്കുന്ന ആ നല്ല ഉദ്ദേശം അത് സത്യമാണെങ്കിൽ, അത് വിശ്വസ്തയോടെ ചെയ്യുന്നതാണെങ്കിൽ ദൈവം അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലത്തെ കൊടുക്കുവാനിടയായിത്തീരും. എല്ലാം തകർക്കുന്നവർ ഒന്നും പുനർനിർമ്മിക്കാൻ അറിയാത്തവരാണ്. എല്ലാ കൊടിമുടികളും കീഴടക്കുന്നതിനിടെ മറ്റുള്ളവരുടെ മണൽ കൊട്ടാരങ്ങളെ കൂടി ബഹുമാനിക്കണം. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ തല്ലി തകർക്കരുത്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ ഇല്ലായ്മ ചെയ്യരുത്. ഒരു ചെറിയ കൈത്താങ്ങലായി, ഒരു വാക്കുകൊണ്ടുള്ളൊരാശ്വാസമായി, ഒരു ചെറിയ പ്രാർത്ഥനയായി, ഒരു പ്രോത്സാഹനമായി മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാൻ നാം ശ്രമിക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കണം. അത് നേതാവായാലും അത് പ്രജയായാലും അത് ഏത് വ്യക്തിയായാലും മറ്റുള്ളവരെ വളരുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് ധാർമ്മികമായ ഒരു തത്വം. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ വളരുവാനും അവരെ വളർത്തുവാനും വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്ത് മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരുടെയും ചെറുതും വലുതുമായ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുഭ ദിനം കൂടി ഞാൻ നേരുന്നു. May God bless you all. God bless you. God bless you. God bless you.